വെൽക്കം ടു അവർ ചാനൽ സ്റ്റഡി മെറ്റീരിയൽസ്. ഇത് സ്റ്റുഡൻസിന് വേണ്ടിയുള്ളൊരു ചാനലാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് ചില ഇതൊക്കെ ഇതിൽ ഉണ്ടാവും, അപ്ലോഡ് ചെയ്യുന്നതാണ്. ഫോർ സ്റ്റുഡൻസ് ഓൺലി. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നത് അറബി അക്ഷരങ്ങളാണ്. വീണ്ടും മലയാള അക്ഷരങ്ങളും അങ്ങനെ ഹിന്ദി അക്ഷരങ്ങളൊക്കെ പഠിക്കാം. ഇത് അറബി അക്ഷരങ്ങൾ നമ്മൾ എത്തിയിട്ടുള്ളത് ഖൈൻ വരെയാണ്. നെക്സ്റ്റ് ഫ. അടുത്ത അക്ഷരം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഫ. ഇങ്ങനെയാണ് ഫ എന്ന് എഴുതുന്നത്. ഫ ഫ എന്നറിയാലോ, മലയാളത്തിൽ ഫ ഫ അങ്ങനെയാണ് ഉച്ചാരണം. ഫ ഇനി മേലിൽ ഫതഹട്ടാൽ ഫ, കെസ്റിട്ടാൽ ഫി, ലമ്മിട്ടാൽ ഫു, ഡബിൾ ലമ്മിട്ടാൽ ഫുൻ, സുക്കൂനിട്ടാൽ ഫ്. ഫ ഫ ഫി ഫു ഫുൻ ഫ്, ഫ ഫി ഫു ഫുൻ ഫ്, ഫ ഫി ഫു ഫുൻ ഫ്. ഓക്കെ. ഫ കഴിഞ്ഞാൽ അക്ഷരം ഖാഫ്. തൊണ്ടയിൽ നിന്ന് വരുന്ന ഖാഫാണ്. തൊണ്ടയിൽ നിന്ന് തന്നെ അത് വരണം. കാഫ് ഖ കി കു അതല്ല, ഖ ഖ. തൊണ്ടയിൽ നിന്ന് വരുന്നൊരു അക്ഷരമാണ് ഖാഫ്. ഖ ഫതഹട്ടാൽ ഖ, കെസ്റിട്ടാൽ ഖി, ലമ്മിട്ടാൽ ഖു, ഡബിൾ ലമ്മിട്ടാൽ ഖുൻ, സുക്കൂനിട്ടാൽ ഖ. ഖാഫ് ഖ ഖി ഖു ഖുൻ ഖ, ഖ ഖി ഖു ഖുൻ ഖ. അടുത്ത അക്ഷരം വരുന്നത് കാഫ്. ഇത് സാധാരണ ക, നമ്മൾ മലയാളത്തിൽ ക എന്ന് എഴുതുന്ന പോലത്തെ ക. കാഫ് ക. ഒരു വരട്ടിട്ട് പിന്നെ ഇങ്ങനെ എഴുതും. ഇതാണ് കാഫ്. ക ഫതഹട്ടാൽ ക, കെസ്റിട്ടാൽ കി, ലമ്മിട്ടാൽ കു, ഡബിൾ ലമ്മിട്ടാൽ കുൻ, സുക്കൂനിട്ടാൽ ക്ക്. കാഫ് ക കി കു കുൻ ക്ക്. കാഫ് 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 കാഫ്. ഇത് കാഫ് എന്ന് വായിക്കും, കാഫ് എന്ന് വായിക്കാം. ഓക്കെ. അടുത്ത അക്ഷരം വരുന്നത് കാഫ്. കുറച്ച് ഉറച്ചിട്ട് പറയുന്ന ഒരു അക്ഷരം കാഫ്. ഇതാണ് നമ്മളിങ്ങനെ കാഫ്. ഇത് കാഫ്, ഇത് കാഫ്. ഇത് അറബി വേർഡ്സിന് ഒത്തിട്ടാണ് അറബി അക്ഷരങ്ങൾ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അറബി വേർഡ്സിൽ ഇതേപോലത്തെ വേർഡ്സ് വരുന്നത് കൊണ്ടാണ് 2 കായും ആവശ്യമാണ്. 3 ക. ഖാഫ്, കാഫ്, ഖാഫ്. ഇത് കുറച്ച് ഉറച്ച് പറയുന്നൊരു ഖാഫ്. ക. ഇതിന് അംസ ഇടും. നമ്മൾ അലിഫ് പഠിപ്പിച്ചപ്പോൾ നമ്മൾ എഴുതിയത് അംസ പഠിക്കുന്നുണ്ടല്ലോ. അപ്പം ഈ അംസ അതാണ്. ഇത് ലാം ഇങ്ങനെ എഴുതിയിട്ടൊരു അംസ ഇട്ട് കൊടുത്ത കാഫ്. ക ഫതഹട്ടാൽ ക, കെസ്റിട്ടാൽ കി, ലമ്മിട്ടാൽ കു, ഡബിൾ ലമ്മിട്ടാൽ കുൻ ക്ക്. കാഫ് ക കി കു കുൻ ക്ക്. ഓരോ അക്ഷരങ്ങളും 10 തവണ, ഓരോ ലൈൻ തന്നെ 10 തവണ 10 തവണ അങ്ങനെ എഴുതണം. എന്നാലേ സെറ്റാവും. ഫ ഫ ഫി ഫു ഫുൻ ഫ്, ഖാഫ് ഖ ഖി ഖു ഖുൻ ഖ്, കാഫ് ഖ കി കു. കാഫ് കാഫ് തന്നെ ഉച്ചാരണം. കാഫ് ക കി കു കുൻ ഖ്, കാഫ് ഖ ഖി കു കുൻ ഖ്. കുറച്ച് പറയുന്നത് കൊണ്ട് ഇങ്ങനെ ഒരു ഖ ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല. ഖാഫ്. ഓക്കെ. ഖ കി കു കുൻ ഖ്. ഇതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുന്ന ഇരിക്കുന്നു. 10 തവണ എഴുതുക, കണ്ടിന്യൂ ആയിട്ട് തന്നെ എഴുതുക. കറക്റ്റ് വൺ ലൈൻ കറക്റ്റായിട്ട് കണ്ടിന്യൂ ആയിട്ട് എഴുതുക. അങ്ങനെ മുഴുവനും പഠിക്കുക. ഓക്കെ. വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.